നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ ഫോട്ടോ ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽകുമാർ രാമചന്ദ്രൻ. ഇന്ന് നമ്മുടെ യൂട്യൂബ് ഹെൽപ്പ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. കസ്റ്റം URL, അതായത് കസ്റ്റം യൂട്യൂബ് URL എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാനൽ ആർട്ടിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അത് കാണാത്തവർ അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. യൂട്യൂബ് URL കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബാനർ മാറ്റിയിരിക്കണം. അതൊന്ന് ഒരു ക്രൈറ്റീരിയയാണ്. യൂട്യൂബ് കസ്റ്റം URL എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് URL ആക്കാം. അതായത് www.youtube.com നമ്മുടെ ചാനൽ നെയിം. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാനിത് മാറ്റുന്നതിന് മുന്നേ എന്തോ ഒരു youtube.com പിന്നെ കുറേ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും ഒക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ നമ്മുടേതായ ഒരു ബ്രാൻഡിങ് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യുമ്പോൾ ആ ലിങ്കിലും അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാനത് മാറ്റിയത് കൊണ്ട് നമുക്ക് www.youtube.com എൻ്റെ ട്രാവൽ ഫോട്ടോ ഡയറി എന്ന് പറഞ്ഞടിക്കുമ്പോൾ നമ്മുടെ പേജിലേക്ക് പോകും. അപ്പോൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രാൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് യൂട്യൂബ് കസ്റ്റം URL എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈ URL മാറ്റുന്നതിന് 4 ക്രൈറ്റീരിയയാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, 100 സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 30 ദിവസം കഴിഞ്ഞിരിക്കണം. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ആർട്ട്, അതായത് ചാനൽ ബാനർ മാറ്റിയിരിക്കണം. അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. നാലാമത്തെന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഐക്കണും മാറ്റിയിരിക്കണം. ഇങ്ങനെ 4 ക്രൈറ്റീരിയകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കസ്റ്റമായിട്ടുള്ള URL കിട്ടും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ വർഷത്തിൽ 3 പ്രാവശ്യം പറ്റുമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ശരിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനും ആദ്യം തന്നെ ശരിയാക്കിയെടുത്തു. തെറ്റ് പറ്റിയാൽ യൂട്യൂബ് പറയുന്നതനുസരിച്ച് മറ്റൊരാൾക്ക് ഈ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് ആ വീഡിയോ നോക്കിയിട്ട് വരാം. പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതും ഒരു ക്രൈറ്റീരിയ ആണല്ലോ. അത് ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാം. ചാനൽ ആർട്ട് മാറ്റുന്ന നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. ഇപ്പോൾ നമ്മുടെ ഐക്കൺ, അതായത് ചാനലിൻ്റെ പ്രൊഫൈൽ ഐക്കൺ മാറ്റുന്നതാണ് കാണിച്ചു തരുന്നത്. മിക്കവാറും യൂട്യൂബേഴ്സ് അത് പ്രൊഫൈൽ ഐക്കൺ മാറ്റിയിട്ടുണ്ടാവും. എന്നാലും ഞാനിവിടെ നിന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളത് പ്രൊഫൈൽ പിക്ചർ എന്തായാലും മാറ്റിയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പേജിലേക്ക് ഒന്ന് പോകാം. യൂട്യൂബ് ചാനൽ പേജിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് പ്രൊഫൈൽ ഐക്കൺ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പറയും, ഇത് കുറച്ച് സമയമെടുക്കും. നമ്മുടെ പ്രൊഫൈൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെയാണ് മാറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെയാണ് നമ്മൾ ഈ പ്രൊഫൈൽ ഐക്കൺ മാറ്റുന്നത്. നമ്മൾ എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പിക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വരും. കണ്ടോ, ഇത് ഗൂഗിളിൻ്റെ അക്കൗണ്ടാണ് മാറ്റുന്നത്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അത് അപ്ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട്, ഇത് എനിക്ക് വേറെ ഫോട്ടോസൊന്നും ഇടണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഒന്ന് നോക്കാമുണ്ടോ ഒരു ഇമേജ് ഉണ്ടോ. ഞാൻ വേണമെങ്കിൽ ഈ ഇമേജ് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇടാം. ഞാനിപ്പോൾ അത് ഇടുന്നില്ല. ഓപ്പൺ ആക്കുമ്പോൾ ആ ഇമേജ് ഇവിടെ വരും. എന്നിട്ടത് സെലക്ട് ചെയ്യണം. ഞാൻ സെലക്ട് ചെയ്യുന്ന എൻ്റെ ബ്രാൻഡ് ഇതാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. ബ്രാൻഡ് ഐക്കൺ അതാണ്. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രോപ്പൊക്കെ ചെയ്യാം. ആവശ്യത്തിന് ക്രോപ്പൊക്കെ ചെയ്ത് നമ്മുടെ രീതിയിലായിട്ട് എടുത്ത് റൺ ചെയ്യുക. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അത് എടുക്കാനായിട്ട്. പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് എന്ന് പറഞ്ഞ് അത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അതേ പിക്ചർ ആയതുകൊണ്ടാണ് നമുക്കൊന്നും വലിയ വ്യത്യാസം തോന്നാത്തത്. ചിലത് എളുപ്പം തന്നെ വരും, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അതിൽ ജസ്റ്റ് ഒരു പറയുന്നതന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കണും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ ചാനൽ ആർട്ടും മാറ്റിയിട്ടുണ്ട്. പിന്നെ 100 സബ്സ്ക്രൈബറും വേണം. അതുപോലെ 30 ദിവസം കഴിഞ്ഞിരിക്കണം നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട്. അവർ പറയുന്ന 4 ക്രൈറ്റീരിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം URL ഉണ്ടാക്കാം.
അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രൊഫൈൽ പിക്ചറായിട്ട് ഒന്നെങ്കിൽ നമ്മുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഫോട്ടോയോ ഇടുന്നതായിരിക്കും ഉചിതം. കാരണം അത് യൂട്യൂബ് ചാനലിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത്. അതിനായിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പിലെ ഒരു ഐക്കണുണ്ട്, നമ്മുടെ പ്രൊഫൈൽ ഐക്കണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റിങ്സ് അക്കൗണ്ടിലേക്ക് വരും. നമുക്ക് പോകേണ്ടത് അഡ്വാൻസ് സെറ്റിങ്സിലേക്കാണ്. അതായത് ഒന്നെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുക വ്യൂ അഡ്വാൻസ് സെറ്റിങ്സിൽ, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ അഡ്വാൻസ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ഇത് രണ്ടും ഒരു പേജിലേക്കാണ് പോകുന്നത്, ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ യൂസർ ID, ചാനൽ ID ഇതൊക്കെ കാണും. അതേപോലെ തന്നെ ഡിഫോൾട്ട് ചാനൽ നെയിം അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് വേണ്ടത് കസ്റ്റം URL ആണ്. ഉണ്ടല്ലേ, എൻ്റെ കസ്റ്റം URL മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ URL കിടക്കുന്നത് അവിടെ. ഇപ്പോൾ നോർമലായിട്ട് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്ത യൂട്യൂബ് ചാനൽസ് ആണെങ്കിൽ ഇതായിരിക്കും ഓപ്ഷൻ അവർ കാണിക്കുന്നത്. കസ്റ്റമൈസ് URL ഇതായിരിക്കും അവർ പറയുന്നത്, നമ്മൾ എലിജിബിൾ അല്ല ഈ കസ്റ്റം URL ആക്കാനായിട്ട്. അപ്പോൾ ആ 4 ക്രൈറ്റീരിയ, നേരത്തെ പറഞ്ഞ 4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രം ഇത് മാറും. അപ്പോഴാണ് നമുക്ക് എലിജിബിൾ ക്രൈറ്റീരിയയുടെ കാണിക്കുന്നത്. അതായത് എലിജിബിൾ ആണെന്ന് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് കസ്റ്റം ചാനൽ സ്ഥലത്ത് യു ആർ എലിജിബിൾ ഫോർ കസ്റ്റം URL, ക്ലെയിം ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബ്രാൻഡ് നെയിം വെച്ച് കുറേ ഓപ്ഷൻസ് കാണിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഈ ബ്രാൻഡ് നെയിമിൻ്റെ കൂടെ നമുക്ക് സഫിക്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ കൺഫേം URL അടിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് കൺഫർമേഷൻ പേജാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കസ്റ്റമൈസ് URL ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് കസ്റ്റമൈസ് URL നമുക്ക് ഒരു C അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും തരുന്നത്. അതില്ലാതെ കൊടുത്താലും നമുക്ക് നമ്മുടെ പേജിലേക്ക് പോകും. കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്കിത് ഇനിയിപ്പോൾ ഈ URL നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മുടെ URL നെയിമായിട്ട് തന്നെ പോകും. അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പെട്ടെന്ന് ഈസിലി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബ്രാൻഡ് നെയിം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നെയിം വെച്ച് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ആൾറെഡി കസ്റ്റം URL ഉള്ള ഒരു ചാനലിൽ നമുക്കത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ടോപ്പ് റൈറ്റിലെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ തന്നെയാണ് പോകേണ്ടത്. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് പോവേണ്ട സ്ഥലം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സിലേക്കാണ്. അതായത് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് പോവുക. ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പേജിൽ വരും. ഈ പേജിൽ വരുന്ന കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പേഴ്സണൽ ഇൻഫോ, രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നെയിമും കാണിക്കുന്നുണ്ട്. ഒരു കോൺടാക്റ്റ് ഇൻഫോ ഉണ്ട്. നമുക്ക് പോകേണ്ടത് എബൌട്ട് മീയിലേക്കാണ് പോകേണ്ടത്. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരും. അതേപോലെ തന്നെ നമ്മുടെ URL ഇവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടോ കസ്റ്റം URL നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിമൂവ് ചെയ്യാം. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട്. ഇങ്ങനെയല്ലാതെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എഡിറ്റിൽ പോവുക. നമുക്ക് ഇത് ക്ലോസ് ചെയ്യുക. ഇവിടെ കണ്ടല്ലേ, ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അവിടെ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഈ സൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ എഡിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റം URL ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് X അമർത്തി നമ്മൾ ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ഇങ്ങനെയാണത് നമ്മുടെ ഈ കസ്റ്റമൈസ് URL റിമൂവ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ളൊരു URL ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ കസ്റ്റം URL ആക്കി മാറ്റാത്ത വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്തണം. ഇത് എപ്പോഴാണ് അവർ എടുത്ത് കളയുന്നതെന്ന് അറിയില്ല. അവർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്, ഇതെപ്പോൾ വേണമെങ്കിലും എടുത്ത് കളയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് നമുക്ക് നമ്മുടെ ഒരുതായ ബ്രാൻഡിങ് ഒരു URL നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് പ്രയോജനമുള്ള യൂട്യൂബേഴ്സിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.